നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടത്തിയിട്ട് നമ്മൾ ELKയിൽ നമുക്ക് അതിന്റെ ലോഗ് വരണം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് രണ്ട് മെഷീൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഞാൻ ഇവിടെ ഉബണ്ടു കാളിയാണ് എന്റെ മെഷീൻസ്. എന്റെ കാളിയിൽ നിന്നാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത് ആൻഡ് ഉബണ്ടു ആണ് എന്റെ ഹോസ്റ്റ്. അപ്പൊ അതിന് മുമ്പ് ഇതിപ്പോ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് ക്ലോസ് ആക്കാം. ഫസ്റ്റ് ഒരു കാണിച്ചു തരാം. ദെൻ നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ ഉബണ്ടു പോയിട്ട് അതിന്റെ IP നോക്കിയേക്കാം. അപ്പൊ IP നോക്കുമ്പോൾ നമുക്ക് അതിന്റെ IP അഡ്രസ് കാണാൻ പറ്റും. സോ ദാറ്റ്സ് അവർ IP അഡ്രസ്. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഹോസ്റ്റിലേക്ക് വരാം. അതാണ് കാളിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ കാളിയാണ് ഹോസ്റ്റ്. ഇതിൽ വന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട ഇത് ഉപയോഗിച്ചിട്ടാ? ഹൈഡ്ര ഉപയോഗിച്ചിട്ടാ. അപ്പം ഹൈഡ്ര നമ്മൾ കോഡ് കൊടുക്കുക /L നമുക്ക് ലോഗിൻ കൊടുക്കുകയാണ്. നമ്മുടെ യൂസർ നെയിം ആണ് റൂട്ട്. പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ P കൊടുത്തു. നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടാണ് ക്രാക്ക് ചെയ്യുന്നത്? വേർഡ് ലിസ്റ്റ് എന്താ അറിയില്ലേ? വേർഡ് ലിസ്റ്റ് കുറച്ച് പാസ്വേഡുകൾ കുറച്ച് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ക്രാക്ക് ചെയ്യാം. അതിൽ റോക്കി ഒന്ന് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഏത് മെയിൽ ID നമ്മൾ ഉബണ്ടുവിന്റെ മെയിൽ ID ഇവിടെ കൊടുക്കുന്നു. ഇപ്പൊ SSH വഴിയാണ് ചെയ്യുന്നത്. സോ അത് എൻ്റർ കൊടുക്കുമ്പോൾ എന്താ നമ്മൾ എന്ത് തുടങ്ങി? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഇവിടെ തുടങ്ങി. സോ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആരും അറ്റാക്ക് വരുന്നുണ്ടോ നോക്കണം. സോ നമുക്ക് ടൈം റെഡി ആക്കണം. ഇന്നിപ്പോ 1 മിനിറ്റ് മുമ്പ് വരുന്നുണ്ടോ നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് 1 മിനിറ്റ് ടൈം ഡേറ്റ് കാര്യം നോക്കുക. എന്നിട്ട് ഇവിടെ എന്താ നൗ കൊടുക്കണം. അതായത് 1 മിനിറ്റ് തൊട്ട് ഇപ്പൊ വരെ എന്ന രീതിയിൽ. സോ നമുക്ക് നോക്കാം ലാസ്റ്റ് 1 മിനിറ്റിൽ ഏതെങ്കിലും ഉണ്ടോ. നമുക്ക് കുറച്ച് വെയിറ്റ് ആക്കാം. യെസ്, വേണ്ട ടൈം ഉണ്ടോ? 10:29. നമ്മൾ ടൈം എടുത്ത 10:29. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്തതിന്റെ ഇത് ലോഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്ത് സക്സസ് ആയി. ദെൻ നമുക്ക് ആ ലോഗ് എടുത്ത് നോക്കാം. ആ ലോഗ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ജേസണിൽ പോയിട്ട് കാണാം, ടേബിളിൽ നോക്കാം. സോ നമ്മൾ ജേസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലാസ്റ്റിൽ പോയി കാണാൻ പറ്റും പാസ്വേഡ് ഫെയിൽഡ്, ഒതന്റിക്കേഷൻ ഫെയിൽഡ് ആയത്. സോ നമ്മൾ ചെയ്തത് എന്താ? സക്സസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് മെയിൽ വരണം. എന്താ സംഭവം സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ആള് എന്താ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, എന്റെ ഒരു കമ്പനി. അപ്പൊ എന്റെ കമ്പനിയിൽ എന്താ ഇങ്ങനെ അറ്റാക്ക് നടക്കുമ്പോൾ സോക്ക് അനാലിസിസിൽ നിന്ന് മെയിൽ വരണം. എന്താ ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ മെയിൽ കൊടുക്കണം. അലേർട്ട് വരുമ്പോ ഇന്ന റൂള് ബ്രേക്ക് ആയിട്ട് വരുമ്പോ എന്താ മെയിൽ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട നമുക്ക് കുറച്ച് റൂൾസ് സെറ്റ് ആക്കണം ഫസ്റ്റ്. സോ അതിന് ഇവിടെ റൂൾസ് പോവാ, ഡിറ്റക്ഷൻ റൂൾസ് കൊടുക്കുക. ദെൻ വി ക്യാൻ സി നമ്മളെ റൂൾസിന്റെ ഓപ്ഷൻ ആണ്. അതിൽ ഇവിടെ പോയിട്ട് എന്താ ന്യൂ റൂൾ അല്ല കസ്റ്റം ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ആഡ് എലാക്സ് റൂൾ, അതായത് ഓൾറെഡി പ്രീ ബിൽഡ് ആയിട്ടുള്ള. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന SSHന്റെ ബ്രൂട്ട് ഫോഴ്സ്. അപ്പൊ SSH ബ്രൂട്ട് ഫോഴ്സ് അടിക്കുമ്പോൾ നമുക്ക് രണ്ട് റൂൾസ് ഇവിടെ ഉണ്ടാവും. പൊട്ടൻഷ്യൽ എക്സ്റ്റേണൽ ഉണ്ടാവും, ഇന്റേണൽ ഉണ്ടാവും. ഇന്റേണൽ ആണ് നമുക്ക് ഇതിനാവശ്യം. സോ ഇന്റേണൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇന്റേണൽ വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പൊ എന്താ ഇൻസ്റ്റാൾ ആയിക്കോളും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇനി റൂള് മോണിറ്റർ ചെയ്യണം. അപ്പൊ അവിടെ തന്നെ വന്നിട്ട് നമുക്ക് ഇത് പ്രീ ബിൽഡ് ആയിട്ട് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി കാണാൻ പറ്റും. അപ്പൊ അത് ഓഫ് ആക്കിയിട, എനേബിൾ കൊടുക്കാതെ ഓഫ് ആക്കിയിട. ദെൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണ്ട ഇന്റേണലിന്റെ ഒരു കാര്യത്തില്ലേ, അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ അത് എനേബിൾ കൊടുക്കുക. അതിനുശേഷം എന്താ ഇതാണ് നമ്മൾ റൂൾ ചെയ്ത്. ഇനി നമ്മൾ അലേർട്ട് വരുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് അലേർട്ട് ഏത് വഴിക്കാണ് വരേണ്ടത് എന്ന കാര്യം നോക്കാം. അതായത് ഇമെയിൽ വഴി വരണതോ ഏത് വഴിയാണ് വരുന്നത് നോക്കാം. സോറി, അതിന് നമ്മള് ഇവിടെയല്ല, നമ്മളെ റൂൾസ് പോയിട്ട് റൂൾ മോണിറ്ററിങ് പോവാ. ദെൻ നമ്മളെ ഇതിനെടുക്കുക. ഇതെടുത്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ എഡിറ്റ് റൂൾ സെറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് ഇതാണ് നമുക്ക് വരും. ഇതിൽ നമുക്ക് ആക്ഷൻസ് എന്നതിൽ പോവാം. ആക്ഷൻസ് എന്നതിൽ പോയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കണക്ടർ കാണാൻ പറ്റും. ഈ കണക്ടർ നമുക്ക് ഇതിനൊപ്പം കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കണക്ടർ കിട്ടും. ഈ SMTPന്റെ കണക്ടർ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ അതവിടെ കിടന്നോട്ടെ, അത് നമുക്ക് ചേഞ്ച് കൊടുക്കണ്ട. ഇമെയിൽ കണക്ടർ എവിടെ നിന്നാണ്. പിന്നെ ഓരോ റൂളും ആസ് പെർ ദ റൂൾ അനുസരിച്ച് റൺ ചെയ്യണം. ആർക്കാണ് റൺ ചെയ്യേണ്ടത് ഇതിന്റെ ഇമെയിൽ ഐഡിയ കൊടുത്തത്. ഇപ്പൊ നിങ്ങളെ ഇമെയിൽ ഐഡി എന്താണോ അത് കൊടുക്കുക. ഇത് എത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ദെൻ എന്താണ് ഇവിടെ അലേർട്ട് കാണിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് കുറച്ച് സിമ്പിളൊക്കെ കൊടുത്ത് ചെയ്യാതാകുമ്പോൾ കാണുമ്പോൾ അലേർട്ട് പെട്ടെന്ന് ബ്രൂട്ട് ഫോഴ്സ് അലേർട്ട് വന്നിരിക്കുന്നത്.
ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന്റെ അലേർട്ട് അവിടെ നമുക്ക് കൊടുക്കാം, അറ്റാക്ക് അലേർട്ട്. സോ നമ്മൾ എന്താ ഇത് കൊടുത്തിട്ട് നമ്മൾ കണ്ടത് ഓൾറെഡി പ്രീ ബിൽഡ്. ഈ കണ്ടസ്റ്റ് റൂൾ നെയിം എന്താ വെച്ചാൽ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ആൻഡ് എത്ര പ്രാവശ്യം ആ അറ്റാക്ക് നടന്നിട്ടുള്ളതാണ് ഈ സിഗ്നൽ കൗണ്ട്. ആൻഡ് നമ്മൾ ഏതാണ് കണക്ടർ ഉണ്ട് പറഞ്ഞു വിടില്ല കണക്ടറുള്ള ഇവിടെ എഴുതിയിട്ട് നമുക്ക് ഏത് വഴിയാണ് ചൂസ് ആക്കാം. അപ്പൊ നമ്മൾ ഇമെയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇമെയിൽ. ഇവിടെ ജിറ ഉണ്ട് ആൻഡ് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇമെയിൽ കൊടുത്തോണ്ടാണ് ഇവിടെ ഇമെയിൽ കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ആക്കാം. സോ നമ്മൾ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് സേവ് ചേഞ്ചസ് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താ ഇമേജിന്റെ സേവ് ഇമെയിൽ നമ്മൾ റൂള് സെറ്റ് ആക്കി. ഇപ്പൊ എന്താ നമുക്ക് റൂള് വരും. ഇപ്പൊ നിങ്ങളില്ലേ എന്താക്കുക വെച്ചാല് ചാറ്റ്ജിപിടിക്ക് കൊടുത്തിട്ട് ഈ സാധനം എന്താണ്, ഈ ഇതാണ് നമ്മളെ റൂള്, ഇതെന്താന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. സോ ഇത് ബേസിക് എന്ന് വെച്ചാല് 15 സെക്കൻഡിനുള്ളിൽ ഇത്ര അറ്റാക്കുകൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്തൊക്കെ അറിയണം. പിന്നെ ഈ IP അഡ്രസ് ഒക്കെ നോട്ടബിൾ ആണ്, ഈ IP അഡ്രസ് എന്നൊക്കെ വരികയാണെങ്കിൽ എന്താ ഇമെയിൽ അലേർട്ട് കൊടുക്കണം എന്ന് പറയും. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം, നമ്മളിവിടെ എന്താ ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. സോ അത് നമുക്ക് ഇമെയിലിൽ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യണം. ഇപ്പൊ എന്താ നമ്മൾ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഇമെയിൽ പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഇത് ഇമെയിൽ വന്നിട്ടുണ്ട്. ഇമെയിൽ വന്ന കണ്ടോ, എന്റെ ഇമെയിലിലേക്ക് ബ്രൂട്ട് ഫോഴ്സ് അലേർട്ട് പറഞ്ഞിട്ടാണ് നമുക്ക് മെയിൽ വന്നത്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വരേണ്ടത്, മെയിൽ വരേണ്ടത്. ഇതിപ്പോ അതിന് മുമ്പ് ചെക്ക് ചെയ്തതൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ മെയിൽ ലിസ്റ്റ് കണ്ടോ, ഇപ്പൊ വീണ്ടും നടന്നതിന്റെ മെയിൽ വന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തത്, ബ്രൂട്ട് ഫോഴ്സ് അലേർട്ട് കൊണ്ടുള്ള മെയില്. എന്താ മെയില്, നമ്മൾ ഇത്ര ലിനക്സ് നമ്മുടെ മേലെ കൊടുത്തില്ലേ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് 55 അലേർട്ട് ഉണ്ടായിരിക്കുന്നു. സോ ഇതാണ് നമുക്ക് എന്താ വേണ്ടത്, അറ്റാക്ക് ആണ് കിട്ടേണ്ടത്. സോ ഇതാണ് നമ്മൾ SSH ഉപയോഗിച്ച് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടന്നിട്ട് in Elastic Cloud. So that's it. Thank you.